Hello dear learners, welcome back to Summary Spot. If you're new to this channel, welcome to Summary Spot. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കോപ്പ് ആൻഡ് ദ ആന്തം എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് വിച്ച് ഇസ് റിട്ടൺ ബൈ ഒ ഹെൻറി. So O. Henry was born in America, is celebrated as one of the greatest short story writers of all time. ഓക്കെ, ഒരു അമേരിക്കയിൽ ജനിച്ച ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ഒ ഹെൻറി ആൻഡ് ഹീ ഈസ് ഫേമസ് ഫോർ മെനി ഷോർട്ട് സ്റ്റോറീസ്. ഓക്കെ, some of his famous works are The Gift of the Maggie, The Ransom of Red Chief, The Last Leaf and all. Okay. He has worked as a pharmacist, bank teller, and finally he came to his writing, literature and all. Pharmacist-ഉം ഒരു ബാങ്ക് ടെല്ലറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് അവസാനം ഒരു എഴുത്തിലേക്ക് വന്ന ഒരാളാണ് ഒ ഹെൻറി. സോ ഓഥറിനെ പറ്റി നമ്മൾ അത്രയൊക്കെ അറിഞ്ഞാൽ മതി. നൗ കമ്മിങ് ഇൻ ടു ദ ചാപ്റ്റർ ദ കോപ്പ് ആൻഡ് ദ ആന്തം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ കളക്ഷൻ ദ 4 million. അപ്പോൾ ദ 4 million എന്ന് പറയുന്ന 1906 കളക്ഷനിലാണ് ദ കോപ്പ് ആൻഡ് ദ ആന്തം എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തത്. സോപ്പി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഇത്. Through Soapy's tragic comic quest for a warm jail cell, O. Henry delivers a scathing critique of the social and economic systems that fail to provide for the most vulnerable members of the society. ഓക്കെ, അപ്പം ഇതിലൂടെ പറയുന്നത് ഒ ഹെൻറിയുടെ ദ കോപ്പ് ആൻഡ് ദ ആന്തം എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ സോപ്പിയുടെ ഒരു സോപ്പി ജയിലിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഫോർ ഷെൽട്ടർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സസ്പെൻസ് കളയുന്നില്ല, നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ചെറിയ ക്ലാസ്സിലെ NCERTയുടെ ബുക്കിലൊക്കെ ഈ സ്റ്റോറി വരുന്നുണ്ട്. ചിലത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. സോപ്പിയുടെ ദ കോപ്പ് ആൻഡ് ദ ആന്തം എന്ന് പറയുന്ന സ്റ്റോറി CBSE ബുക്സിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ എനിവേ സ്റ്റോറി ഇതാണ്. ടെക്സ്റ്റ് ദ ഒറിജിനൽ സ്റ്റോറി. ഓൺ ഹിസ് ബെഞ്ച് ഇൻ മാഡിസൺ സ്ക്വയർ സോപ്പി മൂവ്ഡ് അൺഈസിലി. അപ്പം മാഡിസൺ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സോപ്പി ഒരു ബെഞ്ചിലിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് സ്റ്റോറി തുടങ്ങുന്നത്. അപ്പം ഇതിങ്ങനെ വായിച്ചു പോകുമ്പം ചിലപ്പം ഒരല്പം ബോറിംഗ് ആയേക്കാം. അതുകൊണ്ട് ഞാനിത് ഷോർട്ടാക്കിയിട്ട് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ഗ്ലോസറിയും കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് us go through the short summary of the cop and the anthem. So the cop and the anthem. എന്താ ദ കോപ്പ് എന്ന് വെച്ചാൽ? കോപ്പ് മീൻസ് പോലീസുകാരാണ് കോപ്പ് എന്ന് പറയാം അല്ലേ. ദ കോപ്പ് ആൻഡ് ദ ആന്തം. ആന്തം സോങ്. ഓക്കെ, അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ സ്റ്റോറി സ്റ്റാർട്ട്സ് ഹിയർ. Soapy was a jobless and homeless man. He lived on a bench in Madison Square Park, New York. He was getting restless because of the signs of approaching winters. അപ്പം നമ്മളെ കഥാപാത്രം സോപ്പി ആരാണ്? സോപ്പി ഒരു ജോബ്ലെസ് ആൻഡ് ഹോംലെസ് മാൻ ആണ്. ജോബില്ല, ജോലിയില്ല, വീടുമില്ല, ഹോംലെസ്സും ആണ് അല്ലേ. അപ്പം എവിടെയാ താമസം? He lived on a bench in Madison Square Park, New York. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ പാർക്കിലെ ഒരു ബെഞ്ചിലാണ് സോപ്പിയുടെ താമസം. He was getting restless because of the signs of approaching winters. ഒരു ബെഞ്ചിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ വിൻ്റർ സീസൺ വരാനായല്ലോ എന്നാലോചിച്ചിട്ട് അതിൻ്റെ കുറച്ച് സൈൻസ് ഒക്കെ കണ്ടപ്പം സോപ്പി റെസ്റ്റ്ലെസ് ആവാണ്. സോപ്പി ആകെ ടെൻഷൻ ആവാണ്. എന്താ ഇപ്പം ചെയ്യുക? വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഈ മാഡിസൺ സ്ക്വയർ പാർക്കിലെ ആ ബെഞ്ചിൽ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. സോപ്പി ജോബ്ലെസ് ആൻഡ് ഹോംലെസ് മാൻ ആണ്. ജോലിയുമില്ല, വീടുമില്ല, എങ്ങനെ പാർക്കിലൊക്കെ കിടന്നുറങ്ങി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാൾ. അപ്പോൾ വിൻ്റർ സീസൺ വരുന്നത് പ്രമാണിച്ച് ആ ഒരു അതിൻ്റെ കുറച്ച് സിമ്പിൾസൊക്കെ സൈനുകളൊക്കെ അറ്റ്മോസ്ഫിയറിൽ കാണുകയാണ്, വെതറിൽ കാണുകയാണ്. അപ്പോൾ അത് കാണുമ്പം ടെൻഷൻ ആവുകയാണ് സോപ്പി. ഹീസ് ബിക്കമിങ് റെസ്റ്റ്ലെസ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ വിൻ്റർ സീസണിൻ്റെ സൈൻസ് എന്തൊക്കെയാണ് സോപ്പിക്ക് കിട്ടിയത്? Those signs were
Birds were moving to the south, trees were shedding leaves, and people had a desire for new warm clothes. ഇലകൾ പൊയ്യാൻ തുടങ്ങി, ബേർഡ്സൊക്കെ സൗത്തിലേക്ക്, വിൻ്റർ ഇല്ലാത്ത സ്ഥലത്തേക്ക് കുറച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. ആളുകളൊക്കെ കുറച്ച് വാം ക്ലോത്ത്സ് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. തണുപ്പ് കാലം ഇങ്ങനെ വരികയാണ്. As a dead leaf fell on his feet, he realized that winter was finally coming. It was time for all living in Madison Square to prepare for winters. അപ്പോൾ ഒരു ഇല വീണപ്പം, അതിൻ്റെ അയാളുടെ കാലിൽ ഫീറ്റിൽ തട്ടിയപ്പം അപ്പോൾ അയാൾക്ക് വിൻ്റർ സീസൺ വരുന്നുണ്ട്. ഓക്കെ, മാഡിസൺ സ്ക്വയറിൽ എല്ലാവരും വിൻ്റർ സീസണിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈമായി എന്ന് മനസ്സിലാവും സോപ്പിക്ക്. These signals of the approaching winters made him worried. As now he had to look for shelter during this cold weather. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ സോപ്പി വറീഡാണ്. കോൾഡ് വെതറിൽ എവിടെ താമസിക്കും? ഒരു ഷെൽട്ടർ സോപ്പി കണ്ടുപിടിക്കണം. He decided to visit the prison of Blackwell's Island for 3 months. The prison was going to give him shelter and food for free. അപ്പോൾ സോപ്പി തീരുമാനിക്കും അവിടെയുള്ള ഒരു പ്രിസൺ, ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസൺ, അവിടെയാണ് അവിടുത്തെ ജയിലുള്ളത്. ആ ജയിലിൽ പോയി 3 മാസം താമസിക്കാം. ഒരു 3 മാസം വിൻ്റർ സീസൺ കഴിയുന്നത് വരെ അവിടെ ആകുമ്പോൾ ഫ്രീ ഷെൽറ്ററും കിട്ടും, ഫുഡും കിട്ടും. അപ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്താലല്ലേ ജയിലിൽ പോകാൻ പറ്റൂ അല്ലേ? എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസണിൽ പോയിട്ട് താമസിക്കാം ഒരു 3 മാസമെന്ന് സോപ്പി വിചാരിക്കുകയാണ്. For years, Blackwell's Island had been his home for winters. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വിൻ്റേഴ്സിൽ ബ്ലാക്ക്വെൽസ് ഐലൻഡിലാണ് സോപ്പിയുടെ ഹോം. അവിടുത്തെ പ്രിസണിലാണ് സോപ്പി പോയി താമസിക്കാറ്. There he was sure of getting food and a bed every night. He would be safe from cold wind and also from the fear of the police. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് സോപ്പിക്ക് എന്താണ്? ബ്ലാക്ക്വെൽസ് ഐലൻഡിൽ പ്രിസണാണ്. പോലീസിനെ പേടിക്കണ്ട, ഫുഡ് കിട്ടും, ഷെൽട്ടർ കിട്ടും അല്ലേ? So he knew the cold weather was going to be unbearable as the winter started to tighten its grip over his city. അപ്പോൾ വിൻ്റർ കൂടി, കോൾഡ് വെതർ കൂടി വരികയാണ്. ഇനി അത് അൺബെയറബിൾ ആവാൻ പോവുകയാണെന്ന് സോപ്പിക്കറിയാം. So he started thinking for ideas to go to the prison. അപ്പോൾ ഇനി പ്രിസണിൽ പോകാനുള്ള ഐഡിയാസ് സോപ്പി ആലോചിക്കുകയാണ്. He knew that the shelter in the city would easily give him food and bed, but they'll ask many questions and ask him to wash his body. That is why he set his mind on going to Blackwell's Island. അതെന്താ? ഈ പാവപ്പെട്ടവർക്ക് സിറ്റിയിലുള്ളവർ ഫുഡും ബെഡും ഒക്കെ കൊടുത്തേക്കാം, ഷെൽട്ടർ കൊടുത്തേക്കാം. ബട്ട് അവർ ചിലപ്പോൾ ജോലി ചെയ്യിച്ചേക്കാം, കുളിക്കാൻ പറഞ്ഞേക്കാം. സോപ്പി അപ്പോൾ ഒരു മടിയനാണ്. അപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ, ആരും പറയുന്നതൊന്നും കേൾക്കൊന്നും വേണ്ട, ജയിലിലാണെങ്കിൽ, ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസണിലാണെങ്കിൽ എന്നുള്ളത് കൊണ്ടാണ് സോപ്പി ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസൺ ചൂസ് ചെയ്തത്. നൗ അപ്പം ഇനി ജയിലിൽ പോകാൻ വേണ്ടി സോപ്പി എന്തൊക്കെ പ്ലാനുകളാണ് ചെയ്യുന്നത് നോക്കാം. സോപ്പി's plan, or his first plan, was to have some good dinner at some fine restaurant. Then he would say that he had no money. A cop would be called. He would be taken to a judge. The judge would send him to prison for 3 months. നല്ല ഐഡിയ അല്ലേ? അപ്പോൾ സോപ്പിയുടെ ഫസ്റ്റ് പ്ലാൻ എന്തായിരുന്നു? To have some good dinner at some fine restaurant. നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫുഡ് കഴിക്കാം. എന്നിട്ട് എന്ത് പറയാം? പൈസ കൊടുക്കാനില്ല എന്ന് പറയാം. അപ്പം ആ റെസ്റ്റോറൻറ്റിലുള്ളവർ പോലീസിനെ വിളിച്ചോളും, എന്നിട്ട് ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളും, അങ്ങനെ പ്രിസണിൽ ഇട്ടോളും എന്നെ എന്ന് വിചാരിക്കുകയാണ് സോപ്പി. സോ ദിസ് വാസ് ഹിസ് ഫസ്റ്റ് പ്ലാൻ. വർക്കൗട്ട് ആയോ ഇല്ലേ നോക്കാം അല്ലേ? വിത്ത് ദിസ് പ്ലാൻ ഇൻ മൈൻഡ്, Soapy came to a restaurant where only the wealthy people came every evening. അവ ഈ പ്ലാന് മൈൻഡിൽ വെച്ചിട്ട് സോപ്പി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി. നല്ല വെൽത്തി പീപ്പിൾ, പൈസ ഉള്ളവർ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി.
The head waiter saw broken old shoes and torn clothes of Sophie and forced him out. അപ്പോൾ അവിടുത്തെ ഹെഡ് വെയിറ്റർ എന്ത് ചെയ്തു? സോഫിയുടെ ബ്രോക്കൺ ഓൾഡ് ഷൂസും ടോൺ ക്ലോത്ത്സൊക്കെ കണ്ടിട്ട്, പൊളിഞ്ഞുപോയ ഷൂസും കീറിക്കിടക്കുന്ന ക്ലോത്ത്സൊക്കെ കണ്ടിട്ട് ഇതൊരു വെൽത്തി പേഴ്സൺ അല്ല എന്ന് മനസ്സിലായിട്ട് he forced him out, പുറത്താക്കി. Hence his first attempt was a failure. അപ്പോൾ സോഫിയുടെ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച് പൈസ കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെ പോലീസ് പിടിച്ചോളുന്നുള്ള ഒരു അറ്റംപ്റ്റ് അതോട് ഫെയിലായി. So what did he do? He had another idea. That was to break a glass window with a stone. He broke the glass and kept standing there. A cop came there along with other people. അടുത്ത ഐഡിയ ആയിരുന്നു ഒരു ഗ്ലാസ് വിൻഡോ കല്ലെറിഞ്ഞ് പൊട്ടിക്കാം, അല്ലേ? കല്ലെറിഞ്ഞ് പൊട്ടിച്ചു, എന്നിട്ട് അവിടെ തന്നെ നിന്നു സോപ്പി. അപ്പോൾ കോപ്പ് വന്നു വിത്ത് സം അതർ പീപ്പിൾ. ഓക്കെ. However, instead of arresting him, the policeman thought wrongdoers never stop at the crime scene, and hence he didn't arrest Sophie. Rather, he ran after a man who was running. അപ്പോൾ പോലീസ്മാന് വന്നപ്പോൾ എന്താ ഉണ്ടായേ? പോലീസ് വന്നു, ആൻഡ് സോപ്പി അവിടെ കല്ലെറിഞ്ഞിട്ട് അനങ്ങാതിരിക്കല്ലേ? തെറ്റ് ചെയ്തൊരാൾ, റോങ് ഡൂവേഴ്സ്, തെറ്റ് ചെയ്തൊരാൾ അങ്ങനെ അനങ്ങാതിരിക്കില്ലല്ലോ ഒരു ക്രൈം സീനിൽ. അപ്പോൾ സോപ്പി ആയിരിക്കില്ല എറിഞ്ഞതെന്ന് വിചാരിച്ച് ഓടുന്ന ഒരാളുടെ പിറകെ ഓടും, അയാളായിരിക്കും കല്ലെറിഞ്ഞ് ഓടുന്നത് എന്ന് കരുതിയിട്ട്. ഓക്കെ. സോ അങ്ങനെ സോപ്പിയുടെ ആ പ്ലാനും പൊളിഞ്ഞു, അല്ലേ? So after that, Sophie finds a cheaper restaurant to try his first plan again. ഇപ്പോൾ സോപ്പി കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള റെസ്റ്റോറൻറ്റ് പോകും. ഫസ്റ്റത്തെ പ്ലാൻ ഒന്നും കൂടെ ട്രൈ ചെയ്താലോ, ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാതിരുന്നാലോ എന്നുള്ള പ്ലാന്. So he went inside and eats a yummy meal. When Sophie reveals he can't pay for the meal, the waiter then threw him out instead of calling the cop. അപ്പം അങ്ങനെ കുറച്ചൊരു ചീപ്പ് റെസ്റ്റോറൻറ്റ് പോയി നല്ല യമ്മി മീൽ കഴിച്ചു. ദെൻ സോപ്പി റിവീൽസ് ദാറ്റ് ഹി കനോട്ട് പേ മണി, പൈസ കൊടുക്കാൻ പറ്റൂല എന്നല്ലേ. സോ വെയിറ്റർ പോലീസിനെ വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? വെയിറ്റർ ത്രൂ ഹിം ഔട്ട്സൈഡ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ദ കോപ്പ്. അപ്പം ആ പ്ലാനും അവിടെ പൊളിഞ്ഞു. സോ വിൽ സോപ്പി സ്റ്റോപ്പ് ദർ? സോപ്പി അവിടെ കൊണ്ട് നിർത്തിയോ? ഇല്ല. Sophie made another attempt for its arrest. This time he began shouting, dancing and crying like a drunk man in front of a theatre. ഇപ്രാവശ്യത്തെ ഐഡിയ എന്തായിരുന്നു? ഒരു തിയേറ്ററിൻ്റെ മുമ്പിൽ കുടിച്ച ഒരാളെ പോലെ കരയുക, ഡാൻസ് ചെയ്യുക, ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. The cop thought that he was a college boy and hence left him as they had orders to let them shout. അപ്പോൾ കോപ്പ് വിചാരിച്ചു, പോലീസ് വിചാരിച്ചു കോളേജ് ബോയ് ആണ്, അവർക്ക് ഷൗട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു കോളേജ് ബോയ് ആണെന്ന് വെച്ച് കോപ്പ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തില്ല. സോ സോപ്പി വാസ് സാഡ് ആസ് ഓൾ ഹിസ് പ്ലാൻ ഫെയിൽഡ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഫീലിംഗ് ദാറ്റ് ഹിസ് പ്ലാൻ ടു സ്പെൻഡ് വിൻറ്റേഴ്സ് ഇൻ പ്രിസൺ ഇസ് എ ഫാർ അവേ ഡ്രീം. അപ്പോൾ സോപ്പിക്ക് ഇതൊന്നും നടക്കുന്നില്ല, ഇനി പ്രിസണിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് ഒരു ഫാർ അവേ ഡ്രീം ആയിരിക്കും, അങ്ങ് നടക്കാൻ പോസിബിൾ അല്ല എന്ന് സോപ്പി ഇങ്ങനെ മനസ്സിലാക്കി വരുവാണ്. സോപ്പി റെസ്റ്റോറൻറ്റ് അറ്റംപ്റ്റ് 2 പ്രാവശ്യം നടത്തി, ഫെയിലായി. അങ്ങനെ കുറേ അറ്റംപ്റ്റുകൾ ഫെയിലായി. സോ ദെൻ വാട്ട് ഇസ് സോപ്പി ഡൂയിങ്? സോപ്പി then saw the umbrella of a man buying a newspaper. He then came to the decision of stealing it. Sophie then took the umbrella and slowly walked away. പിന്നെ സോപ്പിക്ക് തോന്നിയൊരു ഐഡിയ എന്താണ്? സോപ്പി ഒരാളുടെ കുട കണ്ടു, അയാൾ കുട അവിടെ വെച്ചിട്ട് എന്തോ ന്യൂസ് പേപ്പർ എന്തോ വാങ്ങിക്കാം, അപ്പോൾ ആ കുട മോഷ്ടിച്ചുകൊണ്ട് ഓടാമെന്ന് വിചാരിച്ചു. സോപ്പി ആ ഒരു കുട എടുത്തിട്ട് നടന്ന് നീങ്ങുകയാണ്. The man followed him quickly. When the man questions Sophie, he tells the man to call the cops because he is taking his umbrella. അപ്പോൾ സോപ്പീനെ അയാൾ ബാക്കിൽ പോയിട്ട് പിടിക്കും, എന്നിട്ട് സോപ്പീൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ സോപ്പി പറയും പോലീസിനെ വിളിക്കാൻ, ഞാൻ അംബ്രല്ല എടുത്തു എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് സോപ്പി പറയും അയാളുടെ അടുത്ത്. സോ ദ മാൻ സെഡ് ദാറ്റ് ഹി ഹിംസെൽഫ് ഹാഡ് സ്റ്റോളൻ ദ അംബ്രല്ല. അപ്പോൾ അയാൾ പറയും അയാൾ തന്നെ ആ അംബ്രല്ല വേറെ ആരുടെ കയ്യിൽ നിന്നോ മോഷ്ടിച്ചതാണ്, അതുകൊണ്ട് അയാൾ പോലീസിനെ വിളിക്കില്ല. സോ ഹി ഡിഡ്ന്റ് കോൾ ദ കോപ്പ്,
He offered to give it to Soapy. Soapy threw away the umbrella. സോപ്പിക്ക് അയാൾ അത് കൊടുക്കുകയാണ്. അംബ്രല്ല ഞാനോ മോഷ്ടിച്ചതാണ്, ഞാൻ പോലീസിനെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് അംബ്രല്ല കൊടുക്കുകയാണ്. സോപ്പി ത്രൂ അവേ ദ അംബ്രല്ല. സോപ്പി അംബ്രല്ല വലിച്ചെറിഞ്ഞു. ആകെ മൊത്തം സോപ്പി വിചാരിച്ചതൊന്നും നടക്കുന്നില്ല അല്ലേ? So after all failures, Soapy lost hope of getting arrested. He quietly started walking toward Madison Square. അങ്ങനെ സോപ്പിക്ക് മടുത്തു. കുറേ ശ്രമിച്ചു നോക്കി ജയിലിൽ എങ്ങനെയെങ്കിലും കയറാൻ, പോലീസ് പിടിക്കാൻ. ഒന്നും നടക്കുന്നില്ല. അങ്ങനെ സോപ്പി തിരിച്ച് മാഡിസൺ സ്ക്വയറിലേക്ക് തന്നെ നടക്കുകയാണ്. On his way back to the park, Soapy saw his childhood home. He stood there and listened to the sweet music played by the new owner of the house, and it seemed to hold him there. He thought of his childhood days. അപ്പോൾ തിരിച്ച് മാഡിസൺ സ്ക്വയർ പാർക്കിലേക്ക് പോകുന്ന വഴി സോപ്പി പണ്ട് താമസിച്ച ചൈൽഡ്ഹുഡ് ഹോമിൻ്റെ അടുത്തൂടെ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു ആന്തം. അവിടെയാണ് ആ ഒരു ദ കോപ്പ് ആൻഡ് ആന്തം, ആ ആന്തമിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഒരു സോങ് ഇങ്ങനെ, ഒരു മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സോപ്പിക്ക് തൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സൊക്കെ ഇങ്ങനെ അതിലൂടെയൊക്കെ സോപ്പി ഇങ്ങനെ കടന്നു പോകും. There he spent a big amount of time. In those days, Soapy was full of spirit and clean-hearted. He had mothers, flowers, and high hopes. They were friends and clean thoughts and clean clothes. അപ്പോൾ സോപ്പി ചൈൽഡ്ഹുഡ് ഡേയ്സിലേക്ക് പോവാണ്. ചൈൽഡ്ഹുഡ് ഡേയ്സിൽ സോപ്പി നല്ല ഫുൾ സ്പിരിറ്റിൽ ക്ലീൻ ഹാർട്ടഡ് പേഴ്സൺ ആയിരുന്നു. സോപ്പിക്ക് മദേഴ്സ് ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷകൾ, ഹോപ്സ് ഉണ്ടായിരുന്നു. മദേഴ്സ് എന്നൊക്കെ മീൻസ് സോപ്പി അങ്ങനത്തെ ഒരു അനാഥാലയം പോലത്തെ സ്ഥലത്തായിരിക്കാം ജനിച്ചു വളർന്നത്. ഓക്കെ, there were friends and clean thoughts and clean clothes. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല ചിന്തകൾ ഉണ്ടായിരുന്നു, നല്ല ക്ലോത്ത്സ്, നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ എന്ന് സോപ്പി അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, he experienced a sudden change of heart. At that moment, Soapy came to the decision of changing his life for the better. He decided to fight the challenges of life. He remembered how he wasted days, had wrong desires with dead hopes. അപ്പോൾ ആ ഒരു മ്യൂസിക്കും ആ ഒരു ആന്തമൊക്കെ കേട്ട് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ പോയ സോപ്പി എന്ത് ചെയ്തു? ഹി എക്സ്പീരിയൻസ്ഡ് എ സഡൻ ചേഞ്ച് ഓഫ് ഹാർട്ട്. പെട്ടെന്ന് ഒരു ചേഞ്ച് വരികയാണ് സോപ്പിക്ക്. സോപ്പി കെയിം ടു ദ ഡിസിഷൻ ഓഫ് ചേഞ്ചിങ് ഹിസ് ലൈഫ് ഫോർ ദ ബെറ്റർ. സോപ്പി തൻ്റെ ജീവിതം ഒന്ന് മാറ്റിയാലോ എന്ന് ചിന്തിക്കുകയാണ്. ഹി ഡിസൈഡഡ് ടു ഫൈറ്റ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ഹി റിമെമ്പേർഡ് ഹൗ ഹി വേസ്റ്റഡ് ഡേയ്സ്. അപ്പം കുറേ ദിവസം ഇങ്ങനെ മാഡിസൺ സ്ക്വയർ പാർക്കിലൊക്കെ ഉറങ്ങി നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് സോപ്പി വിചാരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് തിങ് ഹി നീഡ്സ് വുഡ് ബി എ ജോബ്. അപ്പോൾ ആദ്യം വേണ്ട ഒരു സംഭവം എന്താ? ഒരു ജോബാണ്. ലക്കിലി ഹി റിമെമ്പേർഡ് എ മാൻ ഹൂ ഓഫേർഡ് ഹിം എ ജോബ്. അപ്പോൾ സോപ്പിക്ക് ഒരാളെ ഓർമ്മ വന്നു, സോപ്പിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തേ. മടിയനും അങ്ങനെ അലസനൊക്കെ ആയതുകൊണ്ട് ആ ജോബ് ഓഫർ ചെയ്ത ജോബിന് പോലും പോയില്ല എന്നപ്പോൾ മനസ്സിലാക്കാം. So he decided to go to that man and get that job and work towards the dreams and goals he used to have. അപ്പം പണ്ടത്തെ ഡ്രീംസും ഗോൾസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അച്ചീവ് ചെയ്യാൻ ആ ജോബിൽ കയറിയതിന് ശേഷം അതൊക്കെ നേടാമെന്ന് കരുതി പണ്ട് ജോബ് ഓഫർ ചെയ്ത ഒരാളെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണ് സോപ്പി. Just then Soapy felt a hand on his arm. പെട്ടെന്ന് സോപ്പിയുടെ കയ്യിലൊരു ആമൽ ഒരാൾ പിടിച്ചു. ഇറ്റ് വാസ് എ കോപ്പ്. അതാണ് പോലീസ്. സോപ്പി അത്രയും മെനക്കെട്ട് നടക്കാതിരുന്നൊരു സംഭവമാണ്. പോലീസ് വന്ന് പിടിച്ചു. ഹി ആസ്ക്ഡ് സോപ്പി വാട്ട് ഹി വാസ് ഡൂയിങ് ദർ. സോപ്പിനോട് ചോദിച്ചു എന്താ ഇവിടെ ചെയ്യുന്നത്. സോപ്പി ആൻസേർഡ് ഹി വാസ് ജസ്റ്റ് മൂവിങ് അറൗണ്ട്. സോപ്പി പറഞ്ഞു ഞാനിവിടെ വെറുതെ ഇങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞു. എവിടുന്നാണ് പിടിക്കുന്നത്? ആ ആന്തം ഒക്കെ കേട്ട ചൈൽഡ്ഹുഡ് ഡേയ്സിൽ താമസിച്ച ആ ഒരു ഹോമിൻ്റെ അടുത്തു നിന്നാണ്. The cop couldn't believe, and Soapy, who was full of energy, started to argue, which was not at all wise. അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതെന്ന് ചോദിക്കുകയാണ് പോലീസ്. അപ്പോൾ സോപ്പി ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പോലീസിന് അത്ര അങ്ങോട്ട് വിശ്വാസം ആവുന്നില്ല, എന്തോ ദുരൂഹത ഉള്ളതുപോലെ.
അപ്പോൾ സോപ്പി ആണെങ്കിൽ നല്ല ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ, അപ്പോൾ സോപ്പി എതിർക്കും, ഞാനിവിടെ വെറുതെ നിന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എതിർക്കുമ്പോൾ പോലീസിന് കൂടുതൽ ദേഷ്യം വരുമല്ലോ. അപ്പോൾ അത് ഒരു വൈസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നില്ല. സോ ദ കോപ്പ് ടുക്ക് സോപ്പി വിത്ത് ഹിം. അപ്പോൾ എന്ത് ചെയ്തു, കോപ്പ് സോപ്പിനെ പിടിച്ചുകൊണ്ട് പോയി. നെക്സ്റ്റ് മോർണിംഗ് ദ ജഡ്ജ് സെൻറ്റൻസ്ഡ് ഹിം ടു 3 months prison ഓൺ ബ്ലാക്ക്വെൽസ് ഐലൻഡ്. അടുത്ത ദിവസം ജഡ്ജ് എന്ത് ചെയ്തു, 3 മാസം ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ പ്രിസണിലേക്ക് വിധിച്ചു, സോപ്പിനെ ജയിലിലിട്ടു. സോ ദർ എൻഡ്സ് the cop and the anthem story. Now, from the beginning, Soapy was trying to find ways to go to the prison, but he failed every time. However, his desire was fulfilled when he does not want it anymore. It made the whole situation more ironical. ഇപ്പോൾ സോപ്പി വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല അല്ലേ. സോപ്പി ഒന്ന് നന്നാവാൻ തീരുമാനിച്ചപ്പോഴോ സോപ്പിനെ പോലീസ് പിടിച്ചു. ഓക്കെ, എനിവേ ഇറ്റ്സ് ബെറ്റർ. സോപ്പി ജയിലിൽ നിന്ന് വന്നിട്ട് പിന്നീട് നല്ലൊരു ജീവിതം നയിക്കും എന്ന് നമുക്ക് ഒരു ഹോപ്പ് തന്നുകൊണ്ട് എൻഡ് ചെയ്യുന്നൊരു സ്റ്റോറി. സോ വാട്ട് ഇസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പം ഒരിക്കലും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്, ലേറ്റ് ആയിട്ടെങ്കിലും ചെയ്യുന്നത് അല്ലേ. In spite of wrong things we do in life, there are times when we realize that we are doing is wrong. The important thing is to realize one's mistake and change our lives. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ഒരു തോന്നലുണ്ടാവുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഷോർട്ട് സ്റ്റോറി. ഇനി നമ്മൾ ടെക്സ്റ്റിലെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ദ കോപ്പ് ആൻഡ് ദ ആന്തം ഇൻക്ലൂഡഡ് ഇൻ ദ 4 million. ദ 4 million എന്ന് പറയുന്ന കളക്ഷനിലുള്ളതാണ് നമ്മൾ പറഞ്ഞു. Follows the misadventures of Soapy, a homeless man in New York City, as he tries to get arrested so he can spend the winter in the warmth of jail. With winter approaching and no means to provide for himself, Soapy designs various schemes to secure a jail sentence. Okay, അപ്പോൾ വിൻ്റർ വരുന്നത് പേടിയായതുകൊണ്ട് സോപ്പി ജയിലിൽ കയറാൻ വേണ്ടി പല വഴിയും ട്രൈ ചെയ്യും. ഓക്കെ, ഹി ട്രൈസ് ഡൈനിങ് ആൻഡ് ഡാഷിങ്, ബ്രേക്കിംഗ് എ സ്റ്റോർ വിൻഡോ, മേക്കിംഗ് എ പബ്ലിക് ഡിസ്റ്റർബൻസ് ആൻഡ് ഈവൻ പ്രിറ്റൻഡിങ് ടു ബി ഡ്രങ്ക്. ഓക്കെ, ഹൗവർ ഈച്ച് അറ്റംപ്റ്റ് ഇൻഎക്സ്പ്ലിക്കബിളി ഫെയിൽസ്. എല്ലാം ഫെയിൽ ആവുകയാണ്. ആൻഡ് ഹി റിമെയിൻസ് ഫ്രീ. ആഫ്റ്റർ ന്യൂമറസ് ഫെയിലിയേഴ്സ്, സോപ്പി ഫൈൻഡ്സ് ഹിംസെൽഫ് ഔട്ട്സൈഡ് എ ചർച്ച് where he is moved by the sound of an orphan playing a hymn. ഓക്കെ, ചൈൽഡ്ഹുഡ് ഹോം എന്ന് പറഞ്ഞത് അത് ചേർച്ച് സറൗണ്ടിങ് ആണ്. ഓക്കെ, ഒരു അനാഥാലയം പോലത്തെ സ്ഥലത്ത് നമ്മൾ പറഞ്ഞതുപോലെ. റിഫ്ലക്റ്റിംഗ് ഓൺ ഹിസ് ലൈഫ്, ഹി എക്സ്പീരിയൻസസ് ആൻ എപ്പിഫാനി ആൻഡ് ഡിസൈഡ്സ് ടു ടേൺ ഹിസ് ലൈഫ് അറൗണ്ട്. അങ്ങനെ നന്നാവാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പം പോലീസ് അപ്പോഴേക്കും കാണുന്നു, സസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഹി സെൻറ്റൻസ്ഡ്. ഓക്കെ, then known for the clever plot twist and surprise ending, O. Henry often infused his stories with humor and deep understanding of human nature. Okay, അപ്പോൾ O. Henry ഇതിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഉണ്ട്, അദ്ദേഹത്തിന് ഹ്യൂമർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. And the story highlights the themes of irony, the unpredictability of life, and the harsh realities faced by homelessness. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഐറണി ഉണ്ട്, അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. ലൈഫ് നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലപ്പുറമാണ് ജീവിതം എന്നുള്ള ഒരു ടോണുണ്ട് അല്ലേ. ആൻഡ് ദ ഹാർഷ് റിയാലിറ്റീസ് ഫേസ്ഡ് ബൈ ഹോംലെസ്നെസ്, ഇതൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഷോർട്ട് സ്റ്റോറി ദ കോപ്പ് ആൻഡ് ദ ആന്തം. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റും കൂടി വായിച്ചാൽ യു വിൽ ബി പെർഫെക്റ്റ് ഇൻ ദിസ് ടോപ്പിക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.